എല്ലാവർക്കും ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അലമേലു വ്ളോഗ്സ്. പിന്നെ ഞങ്ങൾ അച്ചാച്ചൻ്റെ വീട്ടിലേക്ക് പോകുന്ന വ്ളോഗാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ വൈകുന്നേരം വാവിയും മിന്നും കുഞ്ഞാവിയും ഞങ്ങളെല്ലാവരും കൂട്ടും മറത്തിരിക്കുകയാണ്. അപ്പം മമ്മി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിരുന്നു. വാവയ്ക്ക് USS സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സൊക്കെ വന്നിട്ട് അവളെ അനുമോദിച്ചു. ഒരു ബോക്സ് മിൽക്കി ബാർ കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ പോകുമ്പോൾ അവർക്ക് ജിലേബി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സന്തോഷത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ മിൽക്കി ബാറും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഡയറി മിൽക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 7 മണിയായി ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത്. ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്രാവശ്യം ലേറ്റായി, കാരണം എന്താ വെച്ചാൽ എനിക്കൊന്ന് പുറത്തേക്കൊക്കെ പോകാണ്ടായിരുന്നു. അപ്പോൾ പോയി വരുമ്പോഴേക്കൊക്കെ ലേറ്റായി. അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ വന്നു, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അതിൽ കയറി കല്ലുംപുറത്തേക്ക് പോവാണ്. അപ്പോൾ ലച്ചു അവിടെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാതിൽ അടയ്ക്കാണ്ട് പുറത്ത് നോക്കിയിരിക്കുന്നത് പറഞ്ഞു കുഞ്ഞേച്ചിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞേച്ചി വന്നപ്പോൾ ലച്ചുവിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ മാമി ഉണ്ട് അവിടെ, കോഴിക്കോട് നിന്ന് മാമ വന്നിട്ടുണ്ട്. മാമ ഒരു 5 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ കുഞ്ഞാവിയും ലച്ചും കൂട്ടൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ കൊണ്ടുപോയിട്ടുള്ള മിഠായികളൊക്കെ തിന്നു. അപ്പോൾ ആൻറ്റി മാങ്ങയുടെ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മു കൊടുന്ന മാങ്ങ അവരെ വർക്കിങ്ങിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് കൊടുന്നതാണ്. അപ്പോൾ ലച്ചുവിൻ്റെ പപ്പ അവൾക്കൊരു ഡക്കും ഒരു പോണ്ടും ഒക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ അത് പിക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പിക്ക് ചെയ്തെടുക്കണ ആൾക്കാണ് ഫസ്റ്റ് കിട്ടുക. അപ്പോൾ അത് മാമിയും അമ്മുവും വാവിയും ഞാനും മമ്മിയും പിള്ളേരൊക്കെ കൂട്ട് അതിന്മേൽ കളിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മിഥുനും വാവിയും കുട്ടൂസനും കൂടി വന്നു. ഒരു പ്ലെയിൻ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലെയിൻ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അതിന് മുകളിൽ നല്ല ലൈറ്റൊക്കെ ഉണ്ട്. അത് പറത്തി കഴിഞ്ഞാൽ വേഗം തന്നെ പോകും. അപ്പോൾ വാവ വരുന്ന സമയത്ത് ബോൾ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കഴിക്കണം. അപ്പോൾ കുട്ടൂസ് എല്ലാവർക്കും ചാറ്റ തന്നുകൊണ്ടിരിക്കുക, എപ്പോഴും ചാറ്റ തരിക. ആരുടെ അടുത്തേക്കും വരുന്നൊന്നുമില്ല കൈ കാട്ടിയപ്പോൾ. അമ്മൂൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പ്ലെയിനും കൂട്ടി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം പള്ളിയിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ലച്ചു റെഡിയായി, കുഞ്ഞാവ് റെഡിയായി, അങ്ങനെ മമ്മിയും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പള്ളിയിലേക്ക് പോയി. പള്ളിയിലത്തെ കുർബാനൊക്കെ കഴിഞ്ഞ് അച്ഛൻ സെമിത്തേരിയിൽ വന്നിട്ട് ധൂപവെപ്പൊക്കെ നടത്തി. അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് നന്നായി കളിക്കുകയാണ് പിള്ളേരെല്ലാവരും കൂട്ട്. അപ്പോൾ ഈ മുറിയിൽ എല്ലാവരും ഓരോ കളി സാധനങ്ങളായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ലച്ചു കുഞ്ഞാവിയും കൂട്ട് ഫോണിൽ പാട്ട് കേൾക്കുകയാണ്. അപ്പോൾ കുട്ടൂസിനെയും പാട്ട് കളിപ്പിച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞൊരു 11:30 ആകുമ്പോൾ വീട്ടിലേക്ക് അച്ഛൻ വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ഛൻ്റെ ധൂപപ്രാർത്ഥന കഴിഞ്ഞു. പിന്നെ അച്ഛന് ഫുഡൊക്കെ കൊടുത്തു. അച്ഛൻ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവർക്കും കൂട്ട് ഫുഡൊക്കെ കൊടുത്തു. ഫുഡ് ബീഫ് ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മൂൻ്റെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇട്ടിരിക്കുകയാണ്. സാറാമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞാവിയും ലച്ചും എല്ലാവരും കൂടി കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നല്ല നല്ല മെമ്മറീസൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി. കുറേ കാലമായി ഈ CD കണ്ടിട്ട്. അപ്പം അമ്മിച്ചിൻ്റെ ഇതിൽ കുഞ്ഞാവൊക്കെ എന്തൊരു ചെറുതാണെന്നറിയോ, വലിയവയൊക്കെ 3-4 വയസ്സായിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ പഴയകാല ചിത്രങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഓർമ്മ പുതുക്കിയത് ഞങ്ങൾ വലിയപ്പയാണ്. വലിയപ്പയുടെ ചാത്തൻ വരികയാണത് വലിയമ്മയും. ഇപ്പോൾ വലിയമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ്. ഇപ്പോൾ വലിയമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ചാത്തത്തിനെ, എത്തിയിട്ടില്ല. പിന്നെ ഇതൊക്കെ കസിൻസാണ്. പിന്നെ അതായത് എൻഗേജ്മെൻറ്റ് വീഡിയോസിൻ്റെ ക്ലിപ്പിങ്സാണ്. പപ്പയുണ്ട്, കൊച്ചപ്പനും ഉണ്ട്. പിന്നെ എൻഗേജ്മെൻറ്റ് ഇറങ്ങുന്നതൊക്കെയാണ്. അപ്പോൾ അതാ സാറും ആ സൈക്കിളിൽ കയറിയിട്ട് കളിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. കയറാൻ പറ്റണില്ല, അതുകൊണ്ട് ഉന്തി നടക്കുക. അത് കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ എന്തൊരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വലിയമ്മ എത്തി, ഒരു 1:30 എത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയമ്മ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 മണിയപ്പോൾ മാമിയും പിള്ളേരും ജാസും ഒക്കെ കൂടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഉണ്ണിക്ക് പെണ്ണ് കാണലുണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് മാമയും പിള്ളേരും ഉണ്ടായിരുന്നു, അവർ നേരത്തെ പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കസിൻസ് ഫോട്ടോ, പിന്നെ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു അപാരതനായിരുന്നു, അതൊക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വലിയമ്മ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും യാത്ര അയക്കാൻ വേണ്ടി ഉമ്മർത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടൂസനും വാവിയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ വലിയവ കുട്ടൂസിനെ കളിപ്പിക്കുക. അപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മി കുട്ടൂസിനെ കൊണ്ടിട്ട് കാറിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട് വലിയമ്മീനെ. ഇത് ലച്ചുവിനെ എടുത്തിട്ട് അമ്മ കളിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഉമ്മർത്തൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞു. കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഫോണിൽ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 4 മണിയോട് വിട്ട് വാവിയും കുട്ടൂസനും ഇതിനൊക്കെ പോവാറായി. അവരെ പള്ളിയിൽ കുടുംബസംഗമം ഉണ്ടെന്നാണ് പറഞ്ഞത്, യൂണിറ്റുകാരുടെ. അപ്പോൾ അതിനുള്ള
കാര്യങ്ങൾക്ക് വേണ്ടി അവർ 4 മണിയാകുമ്പോൾ ഇറങ്ങി. അങ്ങനെ അവർ പെഞ്ഞാമുക്കിക്ക് പോവുകയാണ്. കുട്ടൂസിനെ വണ്ടിയിൽ കയറിയപ്പോൾ ഭയങ്കര സന്തോഷമായി, വണ്ടി ഓടിക്കുന്നതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് യൂട്യൂബിലേക്കുള്ള വീഡിയോസൊക്കെ എടുത്തു. അതിൽ ഇത് ഡാൻസ് ചാലഞ്ചാണ്. ചിരിച്ച് 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 മണ്ണ് തപ്പി ഓരോരുത്തരുടെ ആക്ഷൻസ് കണ്ടിട്ട്. ഇതല്ല റിയലായിട്ട് എടുത്ത വീഡിയോ പിന്നീടാണ് വരുന്നത്. അതൊക്കെയാണ് എല്ലാവരും ഇരുന്നിട്ട് അടുത്ത ഗെയിംസൊക്കെ പ്ലാൻ ചെയ്യാനിരുന്നിട്ട്. അത് കഴിഞ്ഞു. ഗെയിംസൊക്കെ കളിച്ചതിന് ശേഷം ഒരു 5:30 ഞങ്ങൾക്ക് പോകാൻ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ ഓട്ടോറിക്ഷയിൽ കയറി. അപ്പോൾ ലച്ചുവിന് ഭയങ്കര സങ്കടമൊക്കെ ആയി, എന്നാലും കുഴപ്പമൊന്നുമില്ല, കാര്യമൊന്നും ചെയ്തില്ല അവൾ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ നോക്കുമ്പോഴാണ് മമ്മയുടെ ചെരുപ്പ് മാറിയിട്ടുണ്ട്. എവിടെ നിന്നാണ് മാറിയെന്ന് അറിയില്ല, പള്ളിയിൽ നിന്നാണോ അത് അച്ചാറിൻ്റെ വീട്ടിൽ നിന്നാണോന്ന് അറിയില്ല. അപ്പോൾ ആ കൺഫ്യൂഷനിലാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയുള്ള ഞങ്ങളെല്ലാ വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.